ടൈറ്റനിൽ ചേർന്നാൽ പണി കിട്ടും. നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ടൈറ്റനിൽ ചേർന്നാൽ പണി കിട്ടുമെന്ന്? നമുക്ക് എന്ത് പണിയാ ടൈറ്റനിൽ ചേർന്നാൽ കിട്ടുന്നതെന്ന് നോക്കാം. ടൈറ്റൻ ദ മിത്ത് ആൻഡ് ദ ട്രൂത്ത്. അപ്പം എല്ലാവർക്കും വെൽക്കം ടു ദ ഓറിയന്റേഷൻ സെക്ഷൻ ഓഫ് ടൈറ്റൻ ഇൻസ്റ്റിറ്റ്യൂട്ട് 2026. അപ്പോൾ മക്കളെ, നമ്മുടെ ടൈറ്റിന്റെ ഓറിയന്റേഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ടൈറ്റിന്റെ അടുത്ത ഹെൽത്ത് സർവീസിലേക്കുള്ള നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള ഓറിയന്റേഷൻ സെക്ഷനിലേക്കാണ് നിങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ടൈറ്റൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഓറിയന്റേഷൻ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ടൈറ്റൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷം അല്ലെങ്കിൽ ആ ഒരു പീരീഡ് മാത്രമേ നമ്മളായിട്ടുള്ളൂ. എന്നാൽ പോലും ഒരുപാട് അച്ചീവ്മെന്റ്സ് ഈ ഒരു കാലയളവിനുള്ളിൽ നമ്മൾ നേടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങളെ ഒന്ന് അറിയിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ടൈറ്റൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനൊരു ചരിത്രമുണ്ട്. ആ ചരിത്രം നിങ്ങളെ എല്ലാവർക്കിലേക്കും എത്തിച്ചിട്ട് നമുക്ക് ഓറിയന്റേഷൻ സെക്ഷൻ തുടങ്ങാം. ടൈറ്റൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ ആ തുടങ്ങുന്ന കാലയളവിൽ ഒരുപാട് സ്ട്രഗിൾസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഫേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു നിലയിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു സർക്കാർ ജോലി എയിം ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും മനസ്സിൽ ഒരു വിചാരമുണ്ട്, സർക്കാർ ജോലി വളരെ പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. വളരെ കുറച്ച് സമയം മാത്രം പഠിച്ച് പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു JHU അല്ലെങ്കിൽ മറ്റൊരു സർക്കാർ ജോലിയിലേക്ക് നിങ്ങൾക്ക് കയറാൻ പറ്റുമെന്ന് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഒരു ധാരണയുണ്ട്. എന്നാൽ ഈ പറയുന്ന വിജയിച്ചവരുടെ ഒരു ചരിത്രം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒട്ടും തന്നെ ആയാസമുള്ള ഒരു പരിപാടിയല്ല ഈ പറയുന്ന നമ്മുടെ ഒരു ടോപ്പ് റാങ്കിൽ എത്തുക എന്നുള്ളത്. ഒരുപാട് കഠിനാധ്വാനവും ഒരുപാട് സ്ലീപ്ലെസ് നൈറ്റ്സ് അതിനകത്ത്, അല്ലെങ്കിൽ ഒരുപാട് എഫേർട്ടുകൾ അതിന്റെ പിന്നിലുണ്ട്. ആ എഫേർട്ടുകൾ ഈ ഒരു ചെറിയ ചിത്രങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തെല്ലാം ഈ പറയുന്ന ത്യാഗങ്ങളാണ് അല്ലെങ്കിൽ എഫേർട്ടുകളാണ് അവരെടുത്തതെന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മുടെ ടൈറ്റൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആദ്യ വർഷത്തിലെ ഒരു നല്ല ടോപ്പ് റാങ്കിലെത്തിയ ഉദ്യോഗാർത്ഥിയുടെ ചുറ്റും കീഴിലുള്ള ഒരു മുറിയുടെ ഇതാണ് നിങ്ങൾ കാണുന്നത്. അപ്പൊ ഈ രീതിയിലുള്ള കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഇവരെല്ലാവരും ഈ പറയുന്ന നല്ലൊരു ജോലിയിലേക്ക് എത്തിയത്. അപ്പം ഭാവിയിൽ നിങ്ങൾക്കും ഈ ഒരു രീതിയിലേക്ക് എത്തിച്ചേരാൻ പറ്റുമെന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും നല്ലൊരു 100% ഷുവർട്ടി ഞങ്ങൾക്ക് തന്നെ. ചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ ബാച്ച് എന്ന് പറയാനാവില്ല. ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികൾ ചില സുഹൃത്ത് ബന്ധങ്ങളിലൂടെ ഒന്നിക്കുകയും ആ കോഴ്സിന് ശേഷം DHIC കോഴ്സിന് ശേഷം ഒരു ജോലി എത്രയും പെട്ടെന്ന് നേടണമെന്നുള്ള തീവ്രമായിട്ടുള്ള ആ ഒരു ആഗ്രഹം, ആ ഒരേ വേവ് ലെങ്ത് ആണ് ഇവരെ ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് അടുപ്പിച്ചത്. ആ ഉദ്യോഗാർത്ഥികൾ വളരെ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ എഫേർട്ട് മാക്സിമം എടുത്ത് വളരെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അവരുടേതായിട്ടുള്ള ഒരു വേ കണ്ടെത്തി ആ ഒരു രീതിയിലാണ് അവർ പഠിച്ചു പോയത്. ആ എഫേർട്ടിന് തീർച്ചയായിട്ടും അവർക്ക് ഒരു റിസൾട്ട് ഉണ്ടായി. ആ റിസൾട്ടാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. പല ജില്ലകളിലെയും ടോപ്പ് റാങ്കിൽ ആ വർഷം കഴിഞ്ഞ DHIC ഹെൽത്ത് സർവീസിലേക്ക് ഈ പറയുന്ന ആൾക്കാർ, ഞങ്ങൾ പഠിച്ച അത്രയും ഉദ്യോഗാർത്ഥികൾക്കും ഏറ്റവും വലിയ റാങ്കിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞു. കൂടാതെ ഒരുപാട് പേർക്ക് അതിനകത്തുനിന്ന് ജോലിയും ലഭിച്ചു. അപ്പം ആ ഒരു ചരിത്രത്തിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ട് ഈ പറഞ്ഞ അവരുടെ ടാക്ടിക്സും അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു രീതിയും, ഈ PSC പഠിക്കാനുള്ള രീതിയും എങ്ങനെ ബാക്കിയുള്ളവർക്ക് ഇതിലേക്ക് എത്തിക്കാം, അല്ലെങ്കിൽ വളരെ ചെറിയ രീതിയിൽ കഷ്ടപ്പെട്ട് പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ ഇനിയും ഭാവിയിൽ വരാനുണ്ട്. അപ്പൊ അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്തുകൊണ്ട് അങ്ങനെ അവരിലേക്ക് എത്തിച്ചുകൂടാ, ഇത്രയും എളുപ്പമുള്ള മാർഗത്തിൽ അല്ലെങ്കിൽ ഒരു സ്മാർട്ട് സ്റ്റഡി അവരിലേക്ക് എത്തിച്ചുകൂടാ എന്ന ആശയം, ആ ആശയത്തിൽ നിന്നാണ് ടൈറ്റൻ തുടങ്ങുന്നത്. ടൈറ്റന്റെ സ്റ്റാർട്ടിങ് അവിടെ നിന്നാണ്. അപ്പൊ ആ റിസൾട്ടിന് ശേഷം നമ്മൾ ടൈറ്റൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു ആശയം ആ ആശയത്തിലേക്ക് എത്തുകയും ആ റിസൾട്ടിന്റെ ഇൻസ്പിറേഷനിലൂടെ നമ്മൾ ആദ്യമായി ടൈറ്റന്റെ ഓൺലൈൻ ക്ലാസ് നമ്മൾ ആരംഭിച്ചു. ഓൺലൈൻ ക്ലാസ് ആരംഭിക്കുമ്പോൾ ഒരു ഐഡിയയും നമുക്കില്ലായിരുന്നു എങ്ങനെ വേണം, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ നമ്മളെ ആശയങ്ങൾ എങ്ങനെ കൊണ്ടെത്തിക്കാം. അതിന് സാങ്കേതികപരമായും സാമ്പത്തികപരമായും ഒരുപാട് പരിമിതികൾ നമ്മൾ നേരിട്ട് നിന്നായിരുന്നു. ആ പരിമിതികളെല്ലാം തന്നെ നമ്മൾ മറന്നുകൊണ്ട് എത്രത്തോളം ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാം എന്ന് പറയുന്ന ആ ആശയത്തിൽ നിന്നാണ് ടൈറ്റൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഒന്നാമത്തെ MCS എക്സാം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയും ആ ഓറിയന്റേഷൻ സെക്ഷൻ വളരെ വിജയകരമായിട്ട് നമ്മൾക്ക് നടത്താനും സാധിച്ചു. അപ്പോൾ അതിനുവേണ്ടി ഈ പറയുന്ന ഈ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ പോസ്റ്റിലേക്ക് വളരെ ഞങ്ങൾക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് അനാട്ടമി എന്ന് പറയുന്ന സെക്ഷൻ, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രൊഫഷണൽ ആയിട്ട് എടുക്കാനായിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ സഹായം നമുക്ക് ആവശ്യമായിരുന്നു. അങ്ങനെ കൂടുതലായിട്ട് നമ്മൾ പല ആൾക്കാരെയും സമീപിച്ചു. അങ്ങനെ ഒരു ദൈവദൂതനെ പോലെ നമ്മളെ ഡോക്ടർ അർജുൻ രവി നമുക്ക് ഈ പറയുന്ന NCDയും മറ്റ് പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ഡീപ്പായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മളെ
രീതിയിലേക്ക് നമ്മുടെ ടൈറ്റന്റെ ത്രൂ ആയിട്ട് വരികയും ചെയ്തു. അങ്ങനെ ആ ഒരു ക്ലാസ് റാങ്ക് ഹോൾഡേഴ്സിലുള്ള ആൾക്കാർ തന്നെ ക്ലാസ് എടുക്കുകയും എന്നാൽ അതേസമയം തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഡോക്ടർമാരെ നമുക്ക് ഈ പറയുന്ന രീതിയിലേക്ക് ടൈറ്റലിലേക്ക് കൊണ്ടുവരാനും സാധിച്ചു. മറ്റ് സാധാരണ രീതിയിലുള്ള PSC പഠനം പോലെ അല്ലായിരുന്നു. ഈ പറയുന്ന കാര്യങ്ങൾ മറന്നുപോകാതെ ഒരുപാട് ടോപ്പിക്കുകൾ ഓർത്തു വെക്കാനായിട്ട് ട്രിക്കി കോഡുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഓറിയന്റേഷൻ ക്ലാസ്സുകളിൽ അവതരിപ്പിക്കുകയും ആ ഒരു മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിലാണ് നമ്മൾ പോകുന്നതെന്ന് നിങ്ങളെ അറിയിക്കുകയും ചെയ്തപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അത് ഒരു കൗതുകമായി മാറുകയും അതിനെക്കുറിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാനായിട്ട് താല്പര്യം കൊണ്ടുവരികയും അത് ഞങ്ങൾക്കൊരു പ്രചോദനമാവുകയും ചെയ്യുകയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ക്ലാസ്സുകൾ ആരംഭിച്ചപ്പോൾ നമ്മൾ കൂടുതലായിട്ടും ആൾക്കാരെ ഫോക്കസ് ചെയ്തത് നിങ്ങളെ തന്നെയാണ്. DHIC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഒരുപാട് ഹാർഡ്ഷിപ്പ് അനുഭവിച്ചിട്ടാണ്, ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടായിരിക്കും പോകുന്നത്. ചിലപ്പോൾ ചില ഉദ്യോഗാർത്ഥികൾക്ക് സാമ്പത്തികമായിട്ട് ഈ പറയുന്ന രീതിയിൽ അത്ര സ്റ്റേബിൾ ഉള്ളവരായിരിക്കില്ല. അപ്പം അവരെ കൂടെ കുറച്ചും കൂടെ ഈ പറയുന്ന രീതിയിൽ പഠനത്തിലേക്ക് അവരെ തിരിച്ച് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ടുള്ള ഒരു പ്ലാൻ, ഒരു ആശയം വന്നപ്പോഴാണ് ഈ മന്ത്ലി എക്സാമുകളും അല്ലെങ്കിൽ വീക്ക്ലി എക്സാമുകളും വന്നപ്പോൾ അതിനകത്ത് നമ്മൾ വിജയിക്കുന്ന ടോപ്പ് റാങ്കിലെത്തുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നമ്മൾ ക്യാഷ് പ്രൈസ് ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. ആ ഇൻട്രൊഡക്ഷൻ അവർക്ക് വളരെ നല്ല രീതിയിൽ അവരെ സഹായിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കുകയും നല്ലൊരു രീതിയിൽ ഈ പറയുന്ന ഒരു റിസൾട്ട് കിട്ടുകയും ചെയ്തു. ആ മോട്ടിവേഷനിൽ നിന്നാണ് ഈ പറഞ്ഞ വീക്ക്ലി എക്സാമുകൾക്കും മന്ത്ലി എക്സാമുകൾക്കും ആദ്യ റാങ്കിൽ തന്നെ എത്തിയവർ നമ്മുടെ ഈ വർഷത്തെ NCX എക്സാം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് റാങ്കിൽ എത്തിയതായിട്ട് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. പോസ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാർ തന്നെയാണ് ടോപ്പ് റാങ്കുകളിൽ എത്തിയിരിക്കുന്നത്. പിന്നീട് ഓൺലൈൻ ക്ലാസ് മാത്രമായി ഒതുങ്ങി നിൽക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു. കാരണം ഉദ്യോഗാർത്ഥികളുമായിട്ട് നേരിട്ടൊരു ആശയവിനിമയം, അത് ഞങ്ങളിലേക്കുള്ള കാര്യങ്ങൾ കൂടുതൽ അവർക്ക് എത്തിക്കാൻ ഏറ്റവും ഒരു ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ഞങ്ങൾക്ക് ആവശ്യമായിരുന്നു. അപ്പൊ അതിന്റെ ഇത് വെച്ചിട്ട് തന്നെ ഞങ്ങൾ വൈകാതെ തന്നെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയും ഒരുപാട് സെന്റേഴ്സിൽ ഈ പറയുന്ന രീതിയിൽ ഞങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റാത്തത് കൊണ്ട് ഒരു സെന്ററിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് ഫസ്റ്റ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. വളരെ വിജയകരമായിട്ട് തന്നെയാണ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ നമ്മൾ പോയത്. ആ ഓഫ്ലൈൻ ക്ലാസ്സുകൾ നമ്മൾ തുടരുകയും അതിലും കൂടുതൽ എന്തെല്ലാം പുതിയതായിട്ടുള്ള ഇന്നോവേഷൻസ് നമുക്ക് ഉൾപ്പെടുത്താം, അവർക്കൊരു മോട്ടിവേഷൻ കൊടുക്കാമെന്ന രീതിയിൽ അവരുമായിട്ട് ഡയറക്റ്റ് ആശയവിനിമയം നടത്താൻ ഞങ്ങളെ കൂടുതലായിട്ട് സഹായിച്ചു. അങ്ങനെ ഓഫ്ലൈൻ ക്ലാസ് എന്ന ആ ഒരു ഇന്നോവേഷന് ശേഷം നമ്മൾ പിന്നീട് വന്നത് ഓൺലൈൻ ഉദ്യോഗാർത്ഥികൾക്ക് എക്സാം എഴുതുമ്പോൾ അവരുടെ നെഗറ്റീവ് മാർക്കുകൾ ഒരുപാട് കൂടുതലായിട്ട് കാണുകയും അപ്പൊ ഈ പറയുന്നത് റിയൽ ടൈം ആയിട്ട് നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നുള്ള ഒരാശയത്തിൽ നിന്നുമാണ് ആദ്യമായിട്ട് ഈ പറയുന്ന ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമായി ആദ്യമായ ഒരു ആപ്പ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിറക്കി, ടൈറ്റൻ ആപ്പ് ഇറക്കുകയും വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇന്റർഫേസോട് കൂടി വളരെ ഒരു സിമ്പിൾ എന്നാൽ ബട്ട് പവർഫുൾ ആയിട്ടുള്ള ഒരു ആപ്പ് നമുക്ക് ഇറക്കാൻ സാധിച്ചു. ആ ടൈറ്റൻ ആപ്പിലൂടെ മോക്ക് ടെസ്റ്റുകളും ഒരുപാട് ടെസ്റ്റുകളും ചെയ്ത് അവരുടെ നെഗറ്റീവ് മാർക്കിംഗ് സിസ്റ്റം കുറയ്ക്കാൻ വളരെ രീതിയിൽ ടൈറ്റൻ ആപ്പ് ഉപകരിച്ചു എന്ന് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഈ പറയുന്ന ആശയം ക്ലിക്കായി എന്നുള്ളൊരു സന്തോഷം ഞങ്ങളുടെ മുന്നിലുണ്ടായി. അത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ആപ്പിന്റെ ഇന്റർഫേസ് വളരെ മനോഹരമാണ്. നമുക്ക് ഈ പറയുന്ന രീതിയിൽ ആദ്യത്തെ ആപ്പിന്റെ ഫസ്റ്റ് അപ്ഡേഷൻ വന്നപ്പോൾ എക്സാമുകൾ മാത്രമേ ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നീട് അതിനകത്തേക്ക് ക്ലാസ്സുകൾ, അതിനകത്തേക്ക് വീഡിയോ ക്ലാസ്സുകൾ അതിലേക്ക് മാറുകയും കുറച്ചും കൂടെ ഉദ്യോഗാർത്ഥികൾക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ട് കുറച്ചും കൂടെ ഈ പറയുന്ന മെറ്റീരിയൽസും കാര്യങ്ങളും അതിനകത്തേക്ക് ഇട്ടുകൊടുക്കുമ്പോൾ വളരെ ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ആപ്പായി ടൈറ്റൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ടൈറ്റൻ ആപ്പ് മാറുകയും ചെയ്തു. അപ്പൊ ടൈറ്റന്റെ ഈ ഒരു ആശയങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ ഇൻസ്പിറേഷൻ നിങ്ങൾക്കും കൂടി ഭാവിയിലേക്ക് ഒരു എക്സാമിന് തയ്യാറെടുക്കുന്ന മോട്ടിവേഷൻ ആവും എന്നതിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ല. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന അടുത്ത വരുന്ന ഹെൽത്ത് സർവീസ് എക്സാമിലേക്ക് നിങ്ങൾ തയ്യാറെടുക്കുമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പുണ്ട്. ഒരു സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുന്ന ഒരു ആശയം, അത് ടൈറ്റന്റെ ഒരു റാങ്ക് ഫയൽ, നമ്മുടെ DHIC കോഴ്സിൽ നമ്മുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു റാങ്ക് ഫയൽ നമുക്ക് ഒരുപാട് നല്ല റാങ്ക് ഫയലുകൾ ഉണ്ടെങ്കിൽ പോലും സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു റാങ്ക് ഫയൽ എന്ന് പറയുന്ന ഒരു ആശയം നമ്മുടെ മുന്നിൽ വരികയും ആ കറക്റ്റ് ആയിട്ട് ഒരു ഉദ്യോഗാർത്ഥികൾക്ക് ആ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സിന്റെ നമ്മുടെ PSC എക്സാമിന് ആ പറയുന്ന മൊഡ്യൂളിലായിട്ടുള്ള സിലബസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സിലബസ് ആസ്പദമാക്കി നമ്മൾ റാങ്ക് ഫയൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ തയ്യാറാക്കി ഉദ്യോഗാർത്ഥികളിലേക്ക് എത്തുകയും ചെയ്തു. ടൈറ്റന്റെ റാങ്ക് ഫയലിനെ പറ്റി വളരെ നല്ല അഭിപ്രായങ്ങളാണ് ഈ പറഞ്ഞ ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. അവസാനമായി ആ കോഴ്സിന്റെ കാലാവധി ഒരു മാസം മുന്നേ തന്നെ, എക്സാമിന് കൃത്യം ഒരു മാസം മുന്നേ തന്നെ നമ്മൾ എല്ലാ ടോപ്പിക്കുകളും കൃത്യമായി കവർ ചെയ്യുകയും ആ അവസാനത്തെ ഒരു മാസം
നമ്മളുടെ ഏറ്റവും വലിയ വജ്രായുധമായിരുന്ന ടൈറ്റന്റെ ഏറ്റവും വലിയ റിസൾട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം എന്ന് തോന്നിയത് ടൈറ്റൻ ആപ്പ് ഉണ്ട്, ടൈറ്റന്റെ റാങ്ക് ഫയൽ ഉണ്ട്, ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ടൈറ്റനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ആശയങ്ങളെല്ലാം വളരെ ക്ലിക്ക് ആയിരുന്നെങ്കിലും ടൈറ്റൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഏറ്റവും വലിയ തുറപ്പിച്ചിട്ടായിരുന്നു സൂപ്പർ 60 റിവിഷൻ. കറക്റ്റ് എക്സാമിന് ഒരു മാസം മുന്നേ തന്നെ എല്ലാ ടോപ്പിക്കുകളും തീർത്തിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് ഈ പറയുന്ന സൂപ്പർ 60 റിവിഷൻ നൽകാനായിട്ട് നമുക്ക് കഴിഞ്ഞു. സൂപ്പർ 60യുടെ പ്രത്യേകത 60 മിനിറ്റ് കൊണ്ട് ഈ പറയുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്കുകളിലെ 60 ക്വസ്റ്റ്യനുകൾ നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഓരോ സെക്ഷനായിട്ട് നമ്മൾ ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്യുന്നു, പറയുന്ന രീതിയിൽ ഓരോ ട്യൂട്ടേഴ്സും എക്സ്പ്ലെയിൻ ചെയ്യുകയും. എന്നാൽ ഈ 60 ക്വസ്റ്റ്യൻ മാത്രമല്ല 1 മണിക്കൂർ കൊണ്ട് പഠിക്കുന്നത്. ആ ഓരോ ക്വസ്റ്റ്യനിലെയും 4 ഓപ്ഷനകത്തുള്ള മറ്റ് തെറ്റായിട്ടുള്ള ഓപ്ഷൻ ആയിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാം. അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ കേവലം ഈ 60 മിനിറ്റ് കൊണ്ട് 60 ക്വസ്റ്റ്യൻ മാത്രമായിരിക്കില്ല നമ്മൾ പഠിക്കുന്നത്. ചിലപ്പോൾ അതിന്റെ 4 ഇരട്ടി ക്വസ്റ്റ്യനുകൾ നമ്മൾ പഠിച്ചെന്ന് വരും. അപ്പോൾ അത് ഉദ്യോഗാർത്ഥികൾക്ക് വളരെ രീതിയിൽ ഉപകാരപ്പെട്ടെന്നുള്ളത് ഫീഡ്ബാക്ക് നമുക്ക് കിട്ടുകയുണ്ടായി. അപ്പോൾ ആ ടൈറ്റന്റെ ഈ വർഷവും ആ സൂപ്പർ 60 റിവിഷൻ നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ ഉറപ്പായിട്ടും എത്തിക്കുമെന്ന് ഞങ്ങൾ വാക്ക് തരുന്നു. അപ്പം വെറുതെ ആകില്ല, തീർച്ചയായിട്ടും ഈ പറയുന്ന ടൈറ്റൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പണി കിട്ടും. പക്ഷേ നിങ്ങളുടെ ഒരു സഹകരണം അല്ലെങ്കിൽ ഈ പറയുന്ന ഡെഡിക്കേഷൻ അല്ലെങ്കിൽ മോട്ടിവേഷൻ അത് 100% നിങ്ങൾ ഇടാൻ തയ്യാറാണെങ്കിൽ ഞങ്ങളും ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ ഒരു വാക്ക് തരുന്നു, നിങ്ങളെ ടോപ്പ് റാങ്കിലേക്ക് അടുത്ത വരുന്ന DIGC എക്സാമിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഈ റാങ്കുകൾ എല്ലാം നിങ്ങൾ കണ്ട് നിങ്ങൾ മോട്ടിവേറ്റഡ് ആയിരിക്കുമെന്ന് അറിയാം. നമ്മളുടെ ഓറിയന്റേഷൻ സെഷനിലൂടെ നമ്മുടെ ക്ലാസ്സുകൾ തുടങ്ങുകയാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ മോർ ഇൻഫർമേഷൻ. ബാക്കിയുള്ള കാര്യങ്ങൾ വഴിയെ വരുന്നതാണ്.